സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകൾ ഇത് കാണാൻ വേണ്ടി തിങ്ങി നിറഞ്ഞ് തലസ്ഥാന നഗരം നിറഞ്ഞിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അത്രയധികം പ്ലോട്ടുകൾ ഒരുക്കിയിട്ടുണ്ട്. സർക്കാരിന്റെ ഭാഗമായി ഓരോ വകുപ്പുകളുടെയും ഭാഗമായി പ്ലോട്ടുകൾ ഒരുക്കുന്നു. ഒപ്പം തന്നെ വിവിധ കലാകാരന്മാർ വിവിധ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നു. അതിന്റെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. VIP പവലിയന് സമീപത്ത് നിന്ന് ലിജോ റോളൻസ് ചേരുന്നുണ്ട്. ലിജോ, എല്ലാവരും അവിടെ മുഴുവൻ കാണുന്നത് വരെ കാത്തിരിക്കുകയാണോ? VIP എല്ലാവരും എത്തിയിട്ടുണ്ട്. മന്ത്രിമാരുണ്ട്, ഗവർണറുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്. വിവിധ മേഖലകളിലെ ആളുകൾ കൂടി തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. എത്രത്തോളം ആളുകളാണ് ഇത്തവണ നഗരവീഥിയിലേക്ക് എത്തിയിരിക്കുന്നത് ഈ ഘോഷയാത്ര കാണാൻ? കേരളത്തിൽ ഏറ്റവും മനോഹരമായി ഓണാഘോഷിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം ജില്ല. അതുകൊണ്ട് തലസ്ഥാന ജില്ലയായതുകൊണ്ട് തന്നെ അതിൻ്റെ മാറ്റൊട്ടും കുറയാത്ത രീതിയിലാണ് 3-ാം തീയതി തുടങ്ങിയ ഓണം വാരാഘോഷത്തിൻ്റെ സമാപനമായ ഇന്ന് സാംസ്കാരിക ഘോഷയാത്ര കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ VIP പവലിയന് മുന്നിലൂടെ ഇപ്പോൾ ക്ഷീരവകുപ്പിൻ്റെ ഒരു ഫ്ലോട്ടാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് പിന്നാലെയായി തന്നെ മറ്റു വകുപ്പുകളുടെ, സംസ്ഥാന സർക്കാരിൻ്റെ മറ്റു വകുപ്പുകളുടെ, ഭൂജല വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ പ്ലോട്ടുകൾ വരികയും ചെയ്യുന്നുണ്ട്. വറ്റാത്ത നീരുറവകൾ എന്നുള്ള ഒരു തീമിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്ലോട്ട് കടന്നു വരുന്നത്. ഏറ്റവും വലിയൊരു ആകർഷണീയത എന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങൾക്കും വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യം ഇത്തവണ ഈ ഓണം വാരാഘോഷ ഘോഷയാത്രയ്ക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇത് വീക്ഷിക്കുന്നതിന് വേണ്ടി 4 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്തതിന് തൊട്ട് പിന്നാലെ ഗവർണറും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ഈ VIP പവലിയനിലേക്ക് എത്തുകയും മറ്റ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ സ്ഥാനങ്ങളിലിരുന്നു കൊണ്ട് ഓരോ പ്ലോട്ടുകൾ കടന്നു പോകുമ്പോഴും ഓരോ കലാരൂപങ്ങൾ കടന്നു പോകും. അവർക്ക് കൈയടിക്കുകയും ഒപ്പം തന്നെ അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവർക്ക് പരമാവധി പിന്തുണ നൽകുകയും ചെയ്യുന്നുണ്ട്. നിരവധിയായിട്ടുള്ള ഈ കലാകാരന്മാർ മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ ഗവർണർ ഉൾപ്പെടെയുള്ളവർക്ക് ഹസ്തദാനം നൽകുന്നതിന് വേണ്ടി എത്തുകയും ചെയ്യുന്നുണ്ട്. അതിനെല്ലാം തയ്യാറായിക്കൊണ്ട് ഏവരെയും ചിരിച്ച് സന്തോഷത്തോടുകൂടെ ആളുകളെല്ലാം തന്നെ യാത്ര അയക്കുകയാണ്. 60 പ്ലോട്ടുകളിലുള്ള ഏകദേശം ഒരു 15 പ്ലോട്ടുകളോളം മാത്രമാണ് ഇതുവരെ ഈ VIP പവലിയൻ കടന്നു പോയിരിക്കുന്നത്. 4 മണിക്ക് ആരംഭിച്ച് ഇപ്പോൾ 5:20 ആയിരിക്കും. ഏകദേശം 1.5 മണിക്കൂർ അടുക്കുന്ന സമയത്ത് ഈ ഘോഷയാത്രയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇതുവരെയും കടന്നു പോയിരിക്കുന്നത്. പക്ഷേ ആളുകളെല്ലാം തന്നെ വളരെ ക്ഷമയോടുകൂടെ കാത്തിരിക്കുകയാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഈ ഒരു ഘോഷയാത്ര ഏറ്റവും മനോഹരമായി ഘോഷയാത്ര ആസ്വദിക്കുന്നതിന് വേണ്ടി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അയൽ ജില്ലകളിൽ നിന്നും മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ, സഞ്ചാരികളായി എത്തിയ ആളുകളെല്ലാം തന്നെ ഈ ഒരു ഘോഷയാത്ര കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് നേരത്തെ എത്തി തന്നെ സ്ഥാനമുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. മറ്റ് രാജ്യങ്ങളിൽ നിന്നും ക്ഷണിക്കപ്പെട്ടെത്തിയ അതിഥികൾ, അവിടെയുള്ള ജനപ്രതിനിധികൾ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകളും ഈ ചടങ്ങിൽ ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ടിന്റെ ഒരു പ്ലോട്ടാണ് ഇപ്പോൾ ഈ VIP പവലിയന് മുന്നിലൂടെ കടന്നു പോവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ടൂറിസം വകുപ്പ് പ്രത്യേകമായി ഒരു ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും മനോഹരമായി ഇതുവരെ തലസ്ഥാനം കണ്ടതിൽ വെച്ചുള്ളതിൽ ഏറ്റവും മനോഹരമായ ഒരു ഓണം വാരാഘോഷ ഘോഷയാത്ര തന്നെ ആയിരിക്കണം ഇത്തവണ നടത്തേണ്ടത്. അതിന്റെ മാറ്റൊട്ടും കുറയാൻ പാടില്ല. അതിനു വേണ്ടുന്ന ക്രമീകരണങ്ങൾ അത് തന്നെയാണ്. 60 പ്ലോട്ടുകൾ ഒരുക്കിയിട്ടുണ്ട്. 91 മറ്റ് കലാരൂപങ്ങൾ, ദൃശ്യ ശ്രവ്യ കലാരൂപങ്ങൾ ഒരുക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല. അതെല്ലാം വളരെ ശ്രമപ്പെട്ട് തന്നെ ഒരുക്കിയിരിക്കുന്നു. ആളുകളെല്ലാം തന്നെ അതിന് വളരെ ക്ഷമയോടുകൂടെ ആകാംക്ഷയോടുകൂടെ കാണുകയും ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരള ഗ്രോ പ്രോഡക്ട്സിന്റെ ഒരു പ്ലോട്ടാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ വേഗത്തിൽ ഇപ്പോൾ കൂടി ഈ പ്ലോട്ടുകൾ ഇവിടേക്ക് കടന്നു വരുന്നതിന് അല്പം വേഗത കൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ വേഗത്തിൽ തന്നെ ഓരോ പ്ലോട്ടുകൾ ഇപ്പോൾ കടന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. വിവിധ ബാനറുകളിൽ അണിനിരുന്നുകൊണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അണിയിച്ചൊരുക്കിയിരിക്കുന്ന ഒരു പ്ലോട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് ഈ ആരോഗ്യത്തിന് എത്രത്തോളമാണ് ഈ വ്യായാമത്തിനുള്ള പങ്ക് എന്നുള്ളത് കൃത്യമായി വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലുള്ള ഒരു പ്ലോട്ട് ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് പിന്നാലെ പട്ടികവർഗ വികസന വകുപ്പിൻ്റെ ഒരു പ്ലോട്ടാണ് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. ട്രാൻസ്ജെൻഡേഴ്സിന് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് അവരവതരിപ്പിക്കുന്ന കലാപരിപാടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പ്രത്യേക ഒരു പരിഗണന നൽകി ഇത്തവണ ഈ ഘോഷയാത്രയ്ക്ക് നൽകി എന്നുള്ളതാണ് ഏറ്റവും ആകർഷമായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അവർ അവതരിപ്പിച്ച വിവിധമായിട്ടുള്ള കലാരൂപങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിവിധ കലാരൂപങ്ങളെല്ലാം തന്നെ കടന്നുപോവുകയും ചെയ്തിട്ടുണ്ട്. വിവിധ ഉന്നതികളെ പ്രതി, അതായത് ഈ പട്ടികജാതി വകുപ്പിന്റെ ഈ ഒരു പ്ലോട്ടിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് എത്രത്തോളം ഡിജിറ്റലായി ഓരോ സ്ഥലങ്ങളും മാറിയിട്ടുണ്ട്, അതായത് ഓരോ ഉന്നതികളും എത്രത്തോളം ഡെവലപ്പ് ആയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി അറിയിക്കുന്ന രീതിയിലുള്ള ഒരു പ്ലോട്ടുകളാണ് പട്ടിക വകുപ്പ് ഒരുക്കിയിരിക്കുന്നത്. അതിന് തൊട്ട് പിന്നാലെ വീണ്ടും ചെണ്ടമേളം ഉൾപ്പെടെയുള്ള, അതായത് ചെറിയ ചെറിയ ഗ്യാപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായി വളരെ വേഗത്തിൽ തന്നെ അത് കടന്നു പോകുന്നതിനുള്ള ക്രമീകരണം ഒരുക്കുന്നുണ്ട്. ഈ ഒരു VIP പവലിയൻ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ മുന്നിൽ അടിച്ചുകൂടിയിരിക്കുന്ന ഈ ആളുകൾക്ക്
മുന്നിൽ അതെല്ലാം കൃത്യമായി അവതരിപ്പിച്ച് ഓരോ കലാരൂപങ്ങളും കുറച്ച് സമയമെങ്കിലും ഒന്ന് അവതരിപ്പിച്ചതിന് ശേഷമാണ് പോകുന്നത്. അതുകൊണ്ട് മാത്രമാണ് അല്പസമയം അധികം ഇവിടേക്ക് എടുക്കുന്നത്. കൃത്യമായി അതായത് സമയം കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം കൃത്യമായി അതിനെ മുന്നിലേക്ക് നയിക്കുന്നതിന് വേണ്ടി മന്ത്രി വി ശിവൻകുട്ടി തന്നെ മുന്നിട്ടിറങ്ങുകയും ചെയ്യുന്നുണ്ട്. ഒരു ചെണ്ടമേളമാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. അവരും ഈ പവലിയന് മുന്നിലേക്ക് എത്തുകയാണ്. ഈ ദൃശ്യങ്ങൾ അതായത് നമ്മളൊരു സ്ഥലത്ത് മാത്രം നിൽക്കുന്നത് കൊണ്ടാണ് എത്രത്തോളം ജനക്കൂട്ടം ഇവിടെ എത്തിയെന്നുള്ളത് കൃത്യമായി കാണിക്കാൻ കഴിയാത്തത്. പക്ഷേ ഈ ഒരു സ്ഥലത്ത് നമ്മൾ കാണുന്നത് പോലെ ഈ പവലിയനിലുള്ള ആളുകൾ പോലും ഇരിക്കാൻ അവർ പോലും ഈ ഒരു ചെണ്ടമേളക്ക് എത്തുന്ന സമയത്ത് ആ താളത്തിനൊപ്പം അലിഞ്ഞു ചേർന്ന് അവരോടൊപ്പം ചേർന്ന് ആ കൈകൾ ഉയർത്തിക്കൊണ്ടിങ്ങനെ വീശുന്നതാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത്. അതിന് തൊട്ട് പിന്നാലെയായിട്ട് മറ്റൊരു ബാനറിൽ കൂടുതലായിട്ടുള്ള പ്ലോട്ടുകളും ഘോഷയാത്രയും വിവിധ കലാരൂപങ്ങളും ഇവിടേക്ക് വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സമഭാവനയുടെ നന്മകൾ എന്ന പേരിൽ സൗത്ത് സോൺ കൾച്ചറൽ സെന്ററിന്റെ ഒരു ഭാരത് ഭവന്റെ ഒരു ബാനറിലുള്ള ഒരു കലാരൂപങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സംഘമാണ് ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ നിരവധി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 91 വിവിധ ദൃശ്യ ശ്രവ്യ കലാരൂപങ്ങൾ അടങ്ങുന്ന കാര്യങ്ങളാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മറ്റൊരു കലാരൂപവും ഈ കടന്നു വരുന്ന ഈ VIP പവലിയന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഭാരത് ഭവൻ തന്നെയാണ് അതും അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഏപ്രിൽ മാസം 1-ാം തീയതി നിലവിൽ വന്ന ഭാരത് ഭവൻ സമഗ്രമായ ഉദ്ദേശ ലക്ഷ്യങ്ങളുമായിരുന്നു.
വർണ്ണവിസ്മയങ്ങൾ തീർത്ത് സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്രയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വാദ്യമേളങ്ങളോടെ കലാകാരന്മാർ നടന്നു നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒപ്പം തന്നെ വിവിധ കലാപരിപാടികൾ അരങ്ങേറുന്നുണ്ട്. വിവിധ സംസ്ഥാനങ്ങളുടെ കലകൾ അവതരിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കേരളത്തിന്റെ തനത് ചരിത്രം ഉറങ്ങുന്ന പല പ്ലോട്ടുകളും അവതരിപ്പിക്കുന്നു. ഒപ്പം വകുപ്പുകളുടെ ഭാഗമായിട്ടുള്ള പ്ലോട്ടുകൾ അവതരിപ്പിക്കുന്നു. 91ഓളം പ്ലോട്ടുകളാണ് മത്സരിക്കുന്നത്. ഓരോ വർഷത്തിലും സർക്കാരിന്റെ ഭാഗമായി നടത്തുന്ന ഓണാഘോഷത്തിന്റെ സമാപന ദിവസം ഇത്തരത്തിൽ വകുപ്പുകൾ തമ്മിലുള്ള മത്സരമുണ്ട്. ഇത്തവണയും നിരവധി ആളുകൾ, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ അനുസരിച്ചാണെങ്കിൽ എക്സൈസ് വകുപ്പൊക്കെ വളരെ മുന്നിട്ട് നിൽക്കുന്നു, വലിയ കാഴ്ചയൊരുക്കിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഇനിയും പ്ലോട്ടുകൾ വരാനുണ്ട്. മാനവീയ വീതിയിൽ നിന്ന് കിഴക്കേക്കോട്ട വരെയാണ് ഈ ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്ര നീളുന്നത്. കിഴക്കേക്കോട്ടയിലാണ് ഇതിന്റെ സമാപനം. വിവിധ കലാകാരന്മാർ അണിനിരക്കുന്ന കലാപരിപാടികളാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഓരോ സ്ഥലങ്ങളിലും ഓരോ പോയിന്റുകളിലും അവർ ആ കല അവതരിപ്പിച്ച് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. VIP പവലിയനിൽ നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുണ്ട്, ഗവർണറുണ്ട്, കുടുംബത്തോടൊപ്പം മന്ത്രിമാരും അവിടേക്ക് എത്തിയിട്ടുണ്ട്. നിരവധി പല മേഖലകളിൽ നിന്ന്, സാംസ്കാരിക മേഖലകളിൽ നിന്ന് എത്തിയിരിക്കുന്ന നിരവധി ആളുകളും പവലിയനിലുണ്ട്. മറ്റുള്ള ആളുകൾ എല്ലാവരും റോഡിന്റെ ഇരുവശത്തുമായി തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഓരോ പ്ലോട്ടുകളും കലാരൂപങ്ങളും വരുമ്പോൾ അത്രയധികം ആവേശത്തോടെ, മുൻ വർഷങ്ങളിലൊന്നും കാണാത്ത അത്രയധികം വ്യത്യസ്തതയോടെ ഇത്തവണ കലാപരിപാടികളും പ്ലോട്ടുകളും ഒരുക്കിയിരിക്കുന്നു എന്നാണ് അവിടെ നിന്ന് ആളുകൾ അഭിപ്രായപ്പെടുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരാഴ്ചയായി കനകക്കുന്ന് കേന്ദ്രമാക്കി നടത്തിക്കൊണ്ടിരുന്ന മാനവീയം വീഥി, കവടിയാർ വീഥിയൊക്കെ നിറയെ വർണ്ണങ്ങളാൽ അലങ്കരിച്ചുകൊണ്ടിരുന്ന, ലൈറ്റുകളാൽ സമ്പന്നമാക്കിക്കൊണ്ടിരുന്ന ആ ഓണം നാളുകൾക്കാണ് ഇന്ന് സമാപനമാകുന്നത്. ഓണം വാരാഘോഷത്തിനാണ് കൊടിയിറക്കം.